ഇപ്പം എല്ലാ മച്ചന്മാർക്കും വേണ്ടി എൻ്റെ ഒരു ക്രിക്കറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇത് നമ്മൾ വന്നിരിക്കുന്നത് ഗെയിം പ്ലേ ലെസ് പ്ലേ ആയിട്ടൊന്നുമില്ല. ഇന്ന് ഞാൻ പറയാൻ വന്നത് എങ്ങനെ മോജോ ലോഞ്ചർ സെറ്റപ്പ് ചെയ്യാമെന്നാണ്. അത് തന്നെ മോജോ ലോഞ്ചർ. കുറേ പേർക്ക് മോജോ ലോഞ്ചർ സെറ്റപ്പ് ചെയ്യുമ്പോൾ കുറേ പ്രശ്നങ്ങൾ വരും. ഞാൻ ഇന്ന് മോജോ ലോഞ്ചർ എങ്ങനെ സെറ്റപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു തരാൻ പോവാണ്. അപ്പോൾ എല്ലാ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടെ ഓൺ ആക്കി വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്ത് ചെയ്യണമെന്ന്. ഫസ്റ്റ് തന്നെ നിങ്ങൾ മോജോ ലോഞ്ചർ പ്ലേ സ്റ്റോറിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. പ്ലേ സ്റ്റോറിൽ മോജോ ലോഞ്ചർ അടിച്ചാൽ കിട്ടും. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അവിടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ആയതിന് ശേഷം നിങ്ങളത് ഓപ്പൺ ചെയ്യുക. ബാക്കി ഓപ്പൺ ആയിട്ട് പറയുക. എൻ്റെ ഓപ്പൺ ആവട്ടെ. അപ്പം ഞാൻ മോജോ ലോഞ്ചർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടക്കം തന്നെ ഇങ്ങനെ വരും. ഇതെൻ്റെ അക്കൗണ്ടും കാര്യങ്ങളും. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുക. എങ്ങനെ ചെയ്യണമെന്നെല്ലാം പറഞ്ഞുതരാം. ഓക്കെ, ആ ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നടുക്കടപ്പുണ്ട് EL by അക്കൗണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് മുമ്പേ ഒരു EL by അക്കൗണ്ട് ഉണ്ടെങ്കിൽ സൈനപ്പ് ചെയ്യുക. ഓക്കെ, വന്ന് അപ്പോൾ ഇവിടെ കാണാൻ കഴിയും ഗോ ടു ദ ഈ പച്ചക്കളർ തന്നുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സൈനപ്പ് ചെയ്യുമെങ്കിൽ സൈനപ്പ് ചെയ്യുക. അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് EL by അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ ആ ഇമെയിൽ പാസ്വേഡ് അയക്കുക. ഇല്ലെങ്കിൽ ഇവിടെ ജോയിനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേര്, ഇമെയിൽ, ആ ഇമെയിലിൻ്റെ പാസ്വേഡ് വീണ്ടും അടിക്കണം. എന്നിട്ട് ഈ ഐ ആം റോട്ട് എന്ന് പറഞ്ഞാൽ അത് ഓക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സൈനപ്പായി. ഞാൻ ഇമെയിലും പാസ്വേഡ് എല്ലാം അയച്ചിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ട് കിട്ടുകയും ചെയ്ത്. അപ്പോൾ ഇനി എങ്ങനെ സ്കിൻ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു തരാം. അല്ലെങ്കിൽ ഗൂഗിളോ ക്രോമോ എന്തുകൊണ്ട് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യണം EL by കുത്തുബൈ എന്ന് സെർച്ച് ചെയ്യുമ്പം ഇത് വരും. ഇതിലങ്ങോട്ട് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ അക്കൗണ്ട് ഇവിടെ സൈനപ്പ് ചെയ്യണം. അത് തന്നെ ജോയിൻ അല്ലേ പ്രശ്നം, ക്ലിക്ക് ചെയ്യണം. സൈനപ്പാണ്. നിങ്ങൾ നേരത്തെ മുച്ചല്ലഞ്ചേരി ജോയിൻ ക്ലിക്ക് ചെയ്ത് സൈനപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, ആ അക്കൗണ്ട് ഇവിടെ ഇമെയിലും പാസ്വേഡ് അടിച്ചു കൊടുക്കുക. കഴിഞ്ഞ് അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ആയി വരും. ഇവിടെ എൻ്റെ ഈ സ്കിന്നിൻ്റെ വരെ നിങ്ങളുടെ സ്റ്റീവിൻ്റെ സ്കിൻ വരും. അപ്പോൾ അതങ്ങനെ മാറ്റണം എന്ന് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ സൈഡിലായിട്ട് ഒരു 3 ലൈൻ കണ്ട അതിലങ്ങോട്ട് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സ്കിന്നിന് ശരി, ആ സ്കിന്നിൽ ക്ലിക്ക് ചെയ്യണം. സ്കിന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് സ്കിൻ വരും. നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഞാൻ എൻ്റെ സ്കിന്നാണ് എടുക്കാൻ പോകുന്നത്. അതിന് ജസ്റ്റ് നിങ്ങളുടെ കസ്റ്റം സ്കിന്നാണെങ്കിൽ ആഡ് സ്കിന്നിൽ കൊടുക്കുക. ആഡ് സ്കിന്നിൽ കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ ഫയലിൽ നിന്ന് അത് നിങ്ങളുടെ സ്കിന്നിടാം, അല്ലെങ്കിൽ URL ആണെങ്കിൽ URL ഇടാം. ലാസ്റ്റത്തെ എനിക്കറിയില്ല. നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് നെയിം വെച്ചാണെങ്കിൽ അതും കിട്ടും. അതായത് നിങ്ങളിപ്പോൾ ഡ്രീം അടിക്കാണ്ട് ഡ്രീം കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആയിരിക്കും. ഞാൻ എൻ്റെ സ്കിൻ ആഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ കഴിയും. അപ്പോൾ ഇനി അങ്ങനെ സ്കിൻ അപ്സെറ്റ് ആകും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സൈഡിൽ ടിക്ക് മാർക്ക് കാണുന്നുണ്ടോ? ടിക്ക് മാർക്കണ്ട, അതൊന്ന് ജസ്റ്റ് ഒന്ന് ടിക്ക് കൊടുത്താൽ മതി 2 പ്രാവശ്യം. എന്നിട്ടൊന്ന് റീഫ്രഷ് ചെയ്താൽ മതി. വീണ്ടും രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്യണം. ഞാൻ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തോളൂ. നീ കാണാൻ കഴിയും എൻ്റെ സ്റ്റീവ് ആയിട്ടുണ്ട്, സ്കിന്ന് മാറി. ഇത് പച്ചയാകുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് അടിക്കണം. എനിക്കൊരു പ്രാവശ്യം ആയില്ലേ. ഇനി ഒന്ന് റീഫ്രഷ് ചെയ്യുക. എൻ്റെ സ്കിൻ ആഡ് ചെയ്യും. കണ്ട, ഇത് പച്ച ടിക്കായ ഇത് ആഡായെന്ന് അർത്ഥം. അത് മാറിയിട്ടില്ല. അവിടെ നിങ്ങളുടെ അക്കൗണ്ടിൽ സ്റ്റീവ് ആയി കാണിക്കുന്നത് കണ്ട. ഞാൻ ഇപ്പോൾ സ്കിന്നിട്ട് ഇത് തന്നെ കാണിക്കാം. അതെന്താണെന്ന് വെച്ചാൽ അക്കൗണ്ട് ഒന്ന് ഡിലീറ്റ് ചെയ്താൽ മതി. പേടിക്കേണ്ട, അക്കൗണ്ട് മുഴുവനായിട്ടൊന്നും പോവില്ല. മോജോ ലോഞ്ചറിൽ നിന്ന് അക്കൗണ്ട് പോകുന്നേ ഉള്ളൂ. അപ്പം വീണ്ടും അക്കൗണ്ട് എടുത്താൽ മതി. അപ്പം നിങ്ങളിട്ട സ്കിൻ അവിടെ വരും. ഞാൻ വീണ്ടും അക്കൗണ്ട് എടുക്കാം. ഓക്കെ, അതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ട് ഡൺ കാണിക്കും. ഇപ്പോൾ പ്രാവശ്യം എൻ്റെ സ്കിന്ന് വന്നു കേട്ടോ. ഇപ്പോൾ എൻ്റെ സ്കിന്ന് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ്, അതായത് ഇനിയാണ് മെയിൻ പ്രൊസസ്സർ. നമ്മുടെ സ്കിന്നായിട്ടുണ്ട്. ഇനി SP സൂട്ടുള്ള വഴി. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഈ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ആരോയിൽ അപ്പോൾ ഇവിടെ ക്രിയേറ്റ് എ ന്യൂ എന്തെങ്കിലും ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് എ ന്യൂ മോഡ് പാക്കിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ സെർച്ച് ചെയ്യണം. കറക്റ്റ് ഞാൻ സെർച്ച് ചെയ്യുന്നതാണ് സെർച്ച് ചെയ്യണം സ്പങ്കി ബൂസ്റ്റ്. ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ ഈ സ്പങ്കി ബൂസ്റ്റ് ഇറക്കിയുള്ള ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അയാളുടെ ആണ് ഞാൻ ഇറക്കിയത്. സ്പങ്കി ബൂസ്റ്റ് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം. ഇവിടെ കുറേ വെർഷൻസ് നിങ്ങൾക്ക് കാണാൻ കിട്ടും. നിങ്ങൾക്ക് വർഷം വേണം എടുക്കാം. ഞാൻ പറയുകയാണെങ്കിൽ 1.21.10 എടുക്കുക. എന്നിട്ട് ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ആയിക്കോളൂ. ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, അതൊന്ന് ജസ്റ്റ് പ്ലേ കൊടുക്കുക. ജസ്റ്റ് പ്ലേ കൊടുക്കുമ്പോൾ ഇവിടെ അത് ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ ഇവിടെ വരും. പ്ലേ കൊടുക്കുമ്പോൾ ഡൗൺലോഡ് ആയിക്കോളൂ. ഡൗൺലോഡ് ആയി കഴിഞ്ഞ് നിങ്ങൾ ഓപ്പൺ ആവും. ഇത് എൻ്റെ കസ്റ്റം കൺട്രോളാണ് ഞാൻ ആഡ് ചെയ്തത്. ഓക്കെ, എൻ്റെ മൈൻക്രാഫ്റ്റ് ലോഞ്ച് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു മോഡിൻ്റെ ഓപ്ഷൻ. ഇതിലാണ് ഇത്രയും മോഡൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കാരണമാണ് നിങ്ങളുടെ ഗെയിം നല്ല സ്മൂത്ത് ആകാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ കൊടുക്കുക. ഫസ്റ്റ് നിങ്ങളുടെ സെറ്റിങ്സ് ഇറക്കുന്നത്
ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ആനിമേഷൻ രീതി ഇട്ടുണ്ടെങ്കിൽ ഇതും ഓണാക്കുക. ഫുൾ സ്ക്രീൻ വേണമെങ്കിൽ ഓണാക്കിക്കോ. അത് ഞാൻ എൻ്റെ ഡിസ്റ്റൻസ് തുടക്കം 2 കിട്ടുന്നത് അതെടുത്ത് നിങ്ങൾക്ക് കൂട്ടാം. ഞാൻ പറയുന്നത് 2 GB റാം മിനിമം 4 വെക്കുക. 6 to 8 GB റാം വരെ അവരൊക്കെ മിനിമം 8 വെക്കുക. 100 FPS മണ്ടക്കിട്ടാണ്. 2 GB റാം 4 വെക്കുമ്പോൾ തന്നെ അവർക്ക് കുറച്ച് ഡൗൺ ആവും. ബട്ട് ഒരു 20-30 കിട്ടും. 8 GB റാം 8 ഒക്കെ ഇടുമ്പോൾ അവർക്ക് നല്ല കിട്ടും. അപ്പോൾ ഞാൻ 8 ഇട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എൻ്റെ സ്റ്റാർട്ട് എടുത്ത് ഞാൻ സർവർ കയറി കാണിച്ചു തരാം. നിങ്ങളുടെ സ്കിന്ന് സർവറിൽ വരില്ല, അത് തന്നെ സിംഗിൾ പ്ലെയർ വെള്ളിലേ വരും. വിശ്വാസത്തിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. എൻ്റെ FPS 35 ആയി. ഇത്രയൊക്കെ 100 കിട്ടുന്നില്ല. ഇപ്പം എന്ത് പറ്റി കാണാം. ഇപ്പം 89 വരുന്നുണ്ട്. അപ്പം എൻ്റെ 8 ജങ്ക് കിട്ടാൻ തോന്നുന്നത് എൻ്റെ ഫോൺ കുറഞ്ഞ ഫോണാണ്. പ്രൊസസ്സർ അത്രയും നല്ലല്ല. അപ്പം നിങ്ങളുടെ പ്രൊസസ്സർ നല്ല ആവണം. 2 GB റാമിന് പ്രത്യേകിച്ച് സ്നാപ്ഡ്രാഗൺ അവെല്ലാം ആവണം. എന്നാലേ നിങ്ങൾക്ക് നല്ല സ്പേസ് കിട്ടും. കണ്ട ഇപ്പം എൻ്റെ 100 ആയിട്ടുണ്ട്. 100 മണ്ടക്ക് ചില ടൈമിൽ സ്റ്റക്കൊക്കെ വരും. അത് റെൻഡർ ആവാൻ വേണ്ടിയാണ്. അതിനുശേഷം നല്ല സ്മൂത്ത് ആയിരിക്കും. അപ്പം ഇത് നിങ്ങൾ ആലോചിക്കണം, ഞാൻ റെക്കോർഡിംഗ് ആണ്, പ്ലസ് റെക്കോർഡിംഗ് ആയതുകൊണ്ട് FPS ഡൗൺ ആവും, അറിയാലോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ പോകുന്നു, എനിക്ക് ജാവ കളിക്കണം.